നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഈശ്വരകൃപയാൽ എനിക്കിവിടെ സുഖമാണ്. ഈ ആഴ്ചയിലെ ഹൈലൈറ്റ്സ് കണ്ടാലോ? ഞാൻ എൻ്റെ പതിവ് ജോലിയൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പകരം വേറെ ഹൈലൈറ്റ്സാണ് കാണിക്കുന്നത്. ഞാൻ റെഡിയായിട്ട് സൗഭാഗ്യയുടെ വീട്ടിലേക്ക് പോകാനായിട്ടാണ് ഒരുങ്ങിയത്. ഏകദേശം സൗഭാഗ്യം ഇപ്പോൾ താമസിക്കുന്ന പുതിയ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ സൗഭാഗ്യം ഒന്ന് വിളിച്ചു നോക്കി. അപ്പോൾ സൗഭാഗ്യ പറഞ്ഞു, വരല്ലേ, അവിടെ എല്ലാവർക്കും പനിയും ജലദോഷമാണെന്ന്. അങ്ങനെ ഇത്തിരി സങ്കടത്തോടെ ഞാൻ എന്നാൽ പിന്നെ തിരിച്ചു വരണ്ടെന്ന് പറഞ്ഞാൽ ലുലുവിൽ പോയി. കുഞ്ഞ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വിശന്നു. അപ്പോൾ ഞാൻ വസന്തഭവൻ ഒരു ഔട്ട്ലെറ്റ് ഇല്ലേ, അവിടെ കയറി ഫുഡ് കഴിക്കാൻ വിചാരിച്ചേ. ഞാനും അനിക്കുട്ടിയും കൂടി സ്ഥിരമായിട്ട് അവിടെ പോയി ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. അസാധ്യ ടേസ്റ്റാണ് അവിടുത്തെ ഫുഡ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണേ ഇഡ്ഡലിയും വടയും കഴിച്ചു. അമൃതം. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്ന് ബ്രദറുടെ മകൻ്റെ ബർത്ത്ഡേ ആണ്. ബ്രദർ ഇവിടെ ഉണ്ടായിരുന്നു. സിസ്റ്റർ ലോ ഇതിന് വേണ്ടിയിട്ട് ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്, സിസ്റ്ററിൻ്റെ പേരക്കുട്ടി എല്ലാവരും കൂടി ചേർന്ന് ഒരു അടിപൊളി ബർത്ത്ഡേ ഫങ്ഷനായിരുന്നു. സൗഭാഗ്യ ഷിഫ്റ്റിങ്ങിൻ്റെ തിരക്കായതുകൊണ്ട് വരാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇത് ചേച്ചിയുടെ ഗ്രാൻഡ് ഡോട്ടറാണ്. അവളുടെ പാട്ടും ഡാൻസും ഒക്കെ കണ്ട് ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ചു. Happy birthday to you. Happy birthday to you. Happy birthday to you. ഒത്തിരി നാൾ കൂടിയിട്ടാണ് ഞങ്ങൾ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. അത് ഈ ബർത്ത്ഡേ ഫങ്ഷനിലായപ്പോൾ അതിന് ഒരല്പം കൂടി മാറ്റുകൂടി എന്ന് പറയാം. ബൂബുവിനെ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടല്ലോ. നമ്മുടെ ബൂബു കുട്ടിക്ക് പെട്ടെന്ന് അങ്ങ് വയ്യാണ്ടായി. ഞാൻ ആകെ വിഷമിച്ചു പോയി. അങ്ങനെ അവനെ സ്ഥിരം കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ വിചാരിച്ചു. ബൂബുവിനെ പിടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മുടെ അച്ചുവിനെ വരാൻ പറഞ്ഞു. അച്ചുവിൻ്റെ കൃഷ്ണ കൃഷ്ണ വരുപ്പ. ഓക്കെ, ഡോക്ടർ ജേക്കബിനടുത്താണ് ബൂബുവിനെ സ്ഥിരമായിട്ട് ഞാൻ കാണിക്കുന്നത്. ബൂബു ചെറുതായിരിക്കുമ്പോൾ
ഈ ഡോക്ടറെയാണ് കാണിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കൊച്ചി പോയപ്പോൾ അവിടുത്തെ പെറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സൂരജാണ് ബുബുവിനെ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ വീണ്ടും ജേക്കബ് ഡോക്ടർ തന്നെയാണ് കാണിക്കുന്നത്. എനിക്ക് ഈ ഡോക്ടറോട് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡുണ്ട്. ഇതുപോലൊരു മനുഷ്യനെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന് പറയാം. ഒരുപാട് സ്നേഹം, ദയ, അനുകമ്പ, മനുഷ്യത്വം, കൺസിഡറേഷൻ, ഇങ്ങനെ ആ നന്മകളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് എൻലെസ് ആണ് കേട്ടോ. ഇതൊന്നും ചെറിയ തോതിലല്ല, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന അത്രയും വലിയ അളവിൽ ഈ നന്മകളൊക്കെയുള്ള നല്ലവനായ ഡോക്ടർ. അവിടെ വെച്ച് ഒരു ഫാമിലിയുടെ പെറ്റ് കിളിയെ കണ്ടു. അതിൻ്റെ പേര് മീനാക്ഷി. അതിനെ കുറച്ച് നേരം കൊഞ്ചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ ബൂബുവിന് ആ സമയം കൊണ്ട് ട്രിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. I really appreciate her. She is one of the oldest pug, might be, in the world also. I am appreciating him because you have taken so much of care from his childhood. At that time also he was so bad, and somebody suggested euthanasia, but he has lived his life and he is still going on. It's great life. Thank you, doctor. ഇത് അടുത്ത ദിവസമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ആർട്ടിസ്റ്റ് അസോസിയേഷൻ ആത്മ ഈ സംഘടനയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. SP ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ചിട്ടാണ് സ്ഥിരമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും കാറൊക്കെ എടുത്താണ് പോകുന്നത്. ഇപ്രാവശ്യം കാർ എടുക്കണ്ടെന്ന് വിചാരിച്ചു. പാർക്കിംഗ് ഒരു വലിയ തലവേദനയാണ് അവിടെ. അപ്പോൾ അച്ഛൻ്റെ ഓട്ടോയിൽ തന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ചും അവിടെ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് നല്ല വിശപ്പായിരുന്നതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ മാത്രം ഒറ്റയ്ക്കായിരുന്നു. ബാക്കി എല്ലാവരും അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വന്നത്. എനിക്ക് പിന്നെ ഇതിലൊരു വലിയ പുതുമയില്ലാത്തതുകൊണ്ട് ഐ വാസ് ഓക്കെ, ഫൈൻ. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്ത് കഴിച്ചു. പഴയ കുറേ സഹപ്രവർത്തകരെ അവിടെ വെച്ച് കണ്ട് ഓർമ്മ പുതുക്കി. അതൊരു പ്രത്യേക ഫീലാണ്. നമ്മൾ ഒരുപാട് കാലശേഷം നമ്മുടെ ഫാമിലിയിലോട്ട് തിരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ ബന്ധുക്കളെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അതുപോലൊരു സന്തോഷം. അതിനേക്കാൾ ശീലമുള്ള മുഖ്യമാണ് ഈ വേദിയിൽ സദസ്സിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിത്വങ്ങളെ പരിഹാരത്തിൻ്റെ പറഞ്ഞു. തീർച്ചയായും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാ ഭാവങ്ങളുണ്ടല്ലോ എനിക്ക് ഇവിടെ സംസാരിക്കാൻ സന്തോഷത്തോടുകൂടി നമ്മളോട് മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും സംഘടന സ്പോൺസേഴ്സ് വഴി ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തന്നു. നല്ലൊരു സാരിയാണ് കിട്ടിയത്. കണ്ടു നോക്കിക്കേ. മീറ്റിംഗ് സ്ഥലത്ത് നിന്ന് കുറച്ച് നേരത്തെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അതിന് കാരണം ബൂബു സുഖമില്ലാതിരിക്കുകയാണല്ലോ. അപ്പോൾ അവന് കുറച്ച് മെഡിസിൻ കൊടുക്കാനുണ്ടായിരുന്നു. അവൻ എങ്ങനെയുണ്ട് എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് ഓടി വീട്ടിലേക്ക് വന്ന് അവന് വെള്ളമൊക്കെ കൊടുത്ത് മെഡിസിനൊക്കെ കൊടുത്തിട്ട് വീണ്ടും ഞാൻ പുറപ്പെട്ടു ലഞ്ച് കഴിക്കാനായിട്ട്. ഇന്ന് ഞാൻ ലഞ്ച് കഴിക്കാൻ പോകുന്നത് പണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ സൗഭാഗ്യ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ സൗഭാഗ്യയുടെ അച്ഛനും ഞാനും സൗഭാഗ്യയും എൻ്റെ സിസ്റ്റർ ലോയും ഫാമിലി എല്ലാവരും കൂടെ പോയി കഴിച്ച ഒരു സ്ഥലമാണ് മണി മെസ്സ്. അവിടുത്തെ ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ
നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ അത്ര ടേസ്റ്റും അത്രയും നല്ലതാണ്. അവിടെ പോയി ഞാൻ ഗംഭീരമായിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ ഞാൻ അനിക്കുട്ടിയെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നു. അനിക്കുട്ടിയെ ഒരു ദിവസം അവിടെ കുട്ടി കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചു. ഇദ്ദേഹമാണ് ഈ സ്ഥാപനം നടത്തി വരുന്നത്. മണി മെസ് എന്നാണ് പേര്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് എൻ്റെ ഫാൻസിനെയൊക്കെ കണ്ടു. നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്നവരും എന്നെ ഇഷ്ടപ്പെടുന്നവരുമായ കുറച്ച് പേര്. അവരുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അച്ഛൻ ഓക്കെ പൂക്കളാ ക്ലാസ്സിൽ ലേറ്റ് ആയിരുന്നപ്പോൾ കൈക്കൂലി കിട്ടും. ക്ഷമിച്ചിരിക്കുന്നു. നീ കൈക്കൂലി വാങ്ങിച്ചാൽ ആരെന്നെ പിടിക്കുമോ? എന്നാലും പ്രശ്നമില്ല, ഇത് ഞാൻ വാങ്ങിക്കും. തിരിച്ച് വീട്ടിലെത്തിയത് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ആദ്യമേ ഞാനും കുട്ടികളും എല്ലാം കൂടി ചേർന്ന് ഒരു റീൽസ് എടുത്തായിരുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സോങ്ങില്ലേ മിന്നൽ വള, അതെടുത്ത് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ഈ സീസൺ ഒരുപാട് പനിയും ജലദോഷവും അസുഖങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ വന്നില്ല. വളരെ കുറച്ച് പേര്, ആകെപ്പാടെ 3 പേരാണ് ക്ലാസ്സിൽ വന്നത്. എന്നാലും ഞാൻ ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു. വന്ന കുട്ടികളെ വെച്ച് ഞാൻ പഠിപ്പിക്കുകയാണ്. ഇവർ ഒരു അരങ്ങേറ്റത്തിന് റെഡിയാവുകയാണ്. ഇപ്പോൾ ജ്യോതിസ്വരമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടിരുന്നവർ പുഷ്പാഞ്ജലി പഠിച്ചു, കൗതുകം പഠിച്ചു, ഒരു കീർത്തനം പഠിച്ചിട്ടുണ്ട്. 1 അല്ല 2 കീർത്തനം പഠിച്ചു. ഞാൻ ഇപ്പോൾ ജ്യോതിസ്വരം പഠിക്കുകയാണ്. ഇത് ഏകദേശം തീരാറായി. ഇത് കഴിഞ്ഞിട്ട് ഇനി വർണ്ണം, പദം, തില്ലാന. അത് കഴിയുമ്പോൾ ഇവരുടെ അരങ്ങേറ്റം ഈശ്വരൻ അനുഗ്രഹിച്ച് നടത്താൻ സാധിക്കണമേ എന്നാണ് പ്രാർത്ഥന. കുട്ടികൾ അതിനുവേണ്ടി നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ആബ്സെൻ്റ് ആയവർക്ക് ഞങ്ങൾ വീഡിയോ അയച്ചു കൊടുക്കാറാണ് പതിവ്. അതിനുശേഷം ക്ലാസ്സിൽ വരുമ്പോൾ അവർക്ക് ഡൗട്ട്സ് ഉള്ളതൊക്കെ ക്ലിയർ ചെയ്ത് ഒന്നും കൂടെ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ എൻ്റെ വീക്കെൻഡ് ക്ലാസ് ശുഷ്കിച്ചതാണെങ്കിലും സന്തോഷത്തോടെ പൂർണ്ണമായി. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചു. പതിവ് പോലെ പൂച്ചുറാണി എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് രാത്രി ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അധികവും അവൾ എൻ്റെ പുറകെ നടക്കുന്നത്.
ബൂബുവിന് തീരെ സുഖമില്ലാത്തതുകൊണ്ടാണ് അവൻ്റെ വീഡിയോസ് ഞാൻ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്താത്തത്. എല്ലാവരും എൻ്റെ ബൂബുക്കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ. അവന് ബെറ്ററാണ്, എന്നാലും ഒരു വീഡിയോ ചെയ്യാനും മാത്രം അത്രയും ഒരു ആരോഗ്യം അവന് വന്നിട്ടില്ല. റെഡിയാവുമ്പോൾ ഉറപ്പായിട്ടും അവൻ്റെ വീഡിയോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. ഇത് നെക്സ്റ്റ് ഡേ. ഇന്ന് സുധാപ്പുവിൻ്റെ സ്കൂൾ റീ ഓപ്പണിംഗ് ദിവസമാണ്. പാട്ടുകൾ പാടേണ്ടേ, ടീച്ചറമ്മയെ കണ്ടിട്ടേ, കുഞ്ഞിപ്പൂക്കൾ നൽകിയിട്ടേ. സുധാപു 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 ചെല്ലക്കുട്ടി സുധാപ്പു, ചീനിക്കുട്ടി സുധാപ്പു, തങ്കക്കുടം സുധാപ്പു, ലഡ്ഡുക്കുട്ടി സുധാപ്പു, സുധാപ്പു സുധാപ്പു സുധാപ്പു. യൂണിഫോം ഇടണ്ടേ? ഉറക്കെ പറയോ, എന്തോന്ന് സ്വപ്നം കണ്ടേ? എന്നത് പോയപ്പോ കരഞ്ഞോ? ഗുഡ് ഗേൾ ആണ്, ഗുഡ് ഗേൾ. നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാണ് സുധാപ്പു. ലഡ്ഡുങ്കി ചക്കര കുട്ടിയെങ്കി സ്കൂളിൽ പോകാൻ പോവാണ്. ആരും ഇതില് വാ, ക്യാമറയിൽ വാ. അയ്യോ മക്കളെ, ഓക്കേടാ ചക്കരേ, ചക്കരേ തങ്കക്കുടെങ്കി ഒരു ഉമ്മ തരുവോ? ഓക്കേ. അയ്യോ ചക്കരേ, ചെല്ലമ്മേ, എന്നഴകത്. അയ്യോ മോനി, അഴകറാണെങ്കി അഴക് ചൊല്ലെങ്കി ചീനിച്ചക്കരെങ്കി. അയ്യോ സുധാബു, എന്നാച്ചുകൊണ്ടേ? എന്നമ്മാ ഡ്രസ് മാറ്റം? മുടി എന്ത് ഭംഗി. സ്കൂളിൽ പോവേണ്ടേ കുഞ്ഞെ, സ്കൂളിൽ പോവേണ്ടേ? അയ്യ അഴകി, അയ്യ അഴകി, അഴകി 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 സുധാപ്പു, അഴകി സുധാപ്പു, അഴകി സുധാപ്പു. സൂത്രം വേണോ? സൂത്രം വേണ്ടോ? സുധാപ്പുവിന് ഇന്നാണ് സ്കൂൾ തുറക്കുന്നത്. ഇനി ഒരു വർഷം പഠിത്തവും പാട്ടും കളിയും സന്തോഷമൊക്കെ നിറഞ്ഞതാവട്ടെ എന്ന് എൻ്റെ കൊച്ചുമോൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായോ എന്ന് പറയണേ. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഉറപ്പായിട്ട് കാണണം കേട്ടോ. Lots and lots of love. God bless you all.